ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് അവളെ കാണാൻ പോകാമെന്നുള്ള പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, നിമ്മി, അന്നാമ്മ നമ്മൾ 3 പേരും കൂടെയാണ് അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവർ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ട്രെയിനിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ പട്ടാമ്പി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മണിയാകുമ്പോൾ അവർ വന്നു. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഞാനും അഫ്ലാണ് പിന്നെയും കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളത്. ഇവരെ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്, അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് അവരെ പിക്ക് ചെയ്തിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു കുട്ടി, ഇതാണ് വേറൊരു കുട്ടി. രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂൽപുട്ട്, മാംഗോ, ചിക്കൻ സ്റ്റൂ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ചായ കുടിച്ചിട്ട് പിന്നെ റെഡി ആയിട്ട് വേഗം ഇറങ്ങി കേട്ടോ. ഒരുപാട് ലേറ്റാക്കാൻ നിന്നില്ല. നമ്മൾ ഇറങ്ങി പട്ടാമ്പി വരെ നമ്മൾ ഓട്ടോയിൽ പോയി. അതിനുശേഷം പിന്നെ നമ്മൾ അവിടുന്ന് ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു കടയിൽ കയറിയിട്ട് നമ്മൾ ഒരു ഷവർമയും പിന്നെന്തോ ജ്യൂസ് എന്തോ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജൂലൈയിൽ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് സെപ്റ്റംബറിൽ. ഇതിനി അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയില്ല, കാരണം അഫ്ലു പ്രഗ്നൻസി റിവീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഞാൻ ഇതിടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തത് ജൂലൈയിലാണ്. അപ്പോൾ അവൾ റിവീൽ ചെയ്തതിന് ശേഷം ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു പ്ലേറ്റ് ഷവർമ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷവർമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ആ സമയത്ത് പെരിന്തൽമണ്ണ റോഡ് പണി എന്തോ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ട് മലപ്പുറം ബസ് കയറണമെങ്കിൽ കുറച്ചവിടെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് തോനെ നടക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മഴയൊക്കെയുള്ള സീസണായിരുന്നു, ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മലപ്പുറത്തേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ബസ് വേഗം കിട്ടി കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് കിട്ടി. അപ്പോൾ തന്നെ നല്ല കുറച്ച് മഴയൊക്കെ പെയ്ത് തുടങ്ങി. അവിടുന്ന് ഒരു 2 ബസ് മാറി കയറാണ്ട് കേട്ടോ. വേങ്ങരയാണ് അഫ്ലുവിൻ്റെ വീടുള്ളത്. അപ്പോൾ 2 ബസ് മാറി കയറിയിട്ട് നമ്മളിത് അഫ്ലുവിൻ്റെ വേങ്ങര എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി അഫ്ലുവിന് കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് അതൊക്കെ മേടിച്ചു. എന്നിട്ട് അഫ്ലുവിൻ്റെ ബാബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അഫ്ലുവിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, അഫ്ലുവിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ വരുന്ന കാര്യം. അപ്പോൾ ബാബിയും വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തു. എല്ലാരും ക്യാമറ ഉണക്കി പോയി. ക്യാമറ ഓണാക്കി മാക്സിമം ക്യാമറ ഓണാക്കി വെച്ചോ. അഫ്ലു നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിട്ടോ, കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വരും എന്നുള്ളത്. അങ്ങനെ നമ്മൾ വന്നു. അവളുടെ ഉപ്പാൻ്റെ ഫ്രണ്ട്സ് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വരുന്നത് അവളുടെ ഫ്രണ്ട്സാണെന്ന് അവൾക്കറിയില്ലല്ലോ. അതല്ലേ ട്വിസ്റ്റ്.
അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരിക്കണം, 3 മണി 4 മണിയൊക്കെ ആവാനേ ഉണ്ടായിരുന്നു എത്തിയപ്പോൾ. അപ്പോൾ വന്നു നമ്മൾ അവൾക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്വീറ്റ്സും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സ്വീറ്റ്സ് നമ്മൾ മേലേക്ക് എടുത്തു കൊടുന്നു. എന്നിട്ട് നമ്മൾ റൂമിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം നമ്മൾ കഥകളൊക്കെ പറയായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം നമ്മൾ 4 പേരും ഒരുമിച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുണ്ടാവുള്ളൂ. ഒന്നല്ലെങ്കിൽ ഞാനും നിമ്മി ഒരു തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് കുറേ ആയിരിക്കണു. ഞങ്ങളും അന്നാമ്മയാണ് തീരെ കാണാതിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയൊരു സമയമായിരുന്നു ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ ഫുഡ് അതൊക്കെ ഇറന്നിട്ടുണ്ടായിരുന്നേ. റെഡിയാവണേ. ഹായ് പറഞ്ഞോ അന്നമ്മ. എല്ലാം അറിയില്ല. അന്നമ്മ ഒരു ഹായ് കാണിച്ചോ. നിമി വായോ. എന്തല്ലത് അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആയി. നമ്മൾ രാവിലെയൊക്കെ നീറ്റ് പല്ലൊക്കെ തേച്ചതിന് ശേഷം ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. പൊറോട്ടയും ബീഫ് കറി ആയിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിതാ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി കുറേ നമ്മൾ നേരം വർത്താനൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലത്തിന് ശേഷം കാണുമ്പോഴേ നമ്മൾ വീഡിയോ എടുക്കാനും എന്താ പറയുക, നമ്മൾ കുറേ വർത്താനം പറയണ്ടാവും, അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണ്ടാവും. അങ്ങനെ വീഡിയോ എടുക്കാൻ കുറേ മറന്നു പോകും. അപ്പോൾ വർത്താനം പറച്ചിൽ മെയിനായിട്ട് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മളെന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 months ആയ ഫ്ലൂന്. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ പ്രഗ്നൻസി ക്രേവിങ്സ് ആൻഡ് ഞങ്ങൾ വന്നപ്പോൾ എന്ത് തോന്നി? ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ വരുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഞങ്ങൾ വന്നപ്പോ എന്താണ് ഫീൽ ചെയ്തത്? എക്സ്പെക്ട് ചെയ്തിരുന്നു? എന്ത് തോന്നി? കൊറേ കാലത്തിന് ശേഷം കാണുന്നുള്ള ഫീലും ഇല്ല. ഒരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ നമ്മൾ അഫുവിന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പോവാണ്. നമ്മൾ വണ്ടി ഇവിടെ എത്തി. എന്തേലൊക്കെ പറഞ്ഞു എല്ലാരും. ഞങ്ങൾ ഇനിയിപ്പോ എന്നാ ഇനി ഇങ്ങോട്ട് വരികയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരാൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് അല്ല ഈ വീക്ക് തന്നെ ദുബായിലോട്ട് പറക്കാൻ പോവുകയാണ്. മറ്റേ ആൾ അവളുടെ നാട്ടിലോട്ട് പോവാണ്, ഞാൻ എന്റെ നാട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അഫ്രീന്റെ വീട്ടിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഓൺ ദ വേ ആണ്. ഞാൻ ഈ വീഡിയോ എന്നിടും അഫ്രീ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന സമയത്ത് ഇടും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 1-2 monthsനുള്ളിലാവും ഞാൻ ഇടുന്നുണ്ടാവുക. അതിൽ കൂടുതലാകുമോ? എന്നാലും ഒരു 2 monthsന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുക. ഓക്കെ, അപ്പോൾ അതുവരെ ഒരു 2 to 3 months കഴിഞ്ഞാലാണ് ഞാൻ ഈ വീഡിയോ ഇടുക. കാരണം അവള് പ്രഗ്നൻസി ഇവരാരും കൂടും പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. പുറത്തൊക്കെ പറഞ്ഞിട്ട് വേണം നമുക്ക് ഇടാൻ. ഇതിനെന്ത് തോന്നുന്നു? നല്ലൊരു യാത്രയായിരുന്നു, പക്ഷേ അന്നമ്മയ്ക്ക് എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എല്ലാവരും ഒന്നും കൂടെ കാണാൻ പറ്റി. ഇനി നമ്മളിനി ഇതേപോലെ എന്താ കാണാന്ന് അറിയില്ല അല്ലേ? എന്തായാലും ഇക്കൊല്ലം ചാൻസ് ഇല്ല. കൊല്ലം ഉണ്ടാവില്ല. നെക്സ്റ്റ് വീക്ക് ഈ കുട്ടി പോകുന്നുണ്ട്. അല്ല, ഈ വീക്ക് ഈ കുട്ടി പോകുന്നുണ്ട് വ്യാഴാഴ്ച ദുബായിലോട്ട് പറക്കാൻ. 3 ദിവസം കഴിഞ്ഞ അപ്പേക്കും നിമ്മി ദുബായിലെത്തി. ദുബായ് കാര്യം ഉണ്ടാവും ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും. പിന്നെ എന്താകുമ്പോൾ പിന്നെ കൊല്ലത്തന്നെ ഉണ്ടാവും. അതിനൊക്കെ 2 പേരും സിംഗിളാണ്. എന്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും നല്ല ക്രിസ്ത്യൻ ചെക്കന്മാരുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് ആണ്. ഞാൻ ഇതിന്റെ
കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഡിമാൻഡ്സ് എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. നോ ഡിമാൻഡ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ വയസ്സ്. ഞങ്ങളിതാ ഇനി ബസ് സ്റ്റോപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് നമ്മളിനി നേരെ പെരിന്തൽമണ്ണയ്ക്ക് പോവാണ്. പെരിന്തൽമണ്ണ അതൊക്കെ കുറെ കട്ട് ചെയ്ത് കുറെ ചിരിക്കണം. അത്രേ ഉള്ളൂ. സൈഡ് പെർഫെക്റ്റ് ആയിട്ട് എന്നിട്ട് കല്യാണം അതിനകത്ത് തന്നെ ഇടാം. നിങ്ങൾ എന്ത് ചെയ്യൂ? അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. സീ യു സൂൺ. ബേബി ആയിട്ട് അടുത്ത വരവ് ഞങ്ങൾ വരുമ്പോ വിളിക്കാട്ടോ. സർപ്രൈസ് അഡ്വാൻസ് ഹാപ്പി ജേർണി പറയാം. ഓക്കെ ബൈ ബൈ. കുന്നുമല സ്ഥലം. അങ്ങനെ അഫ്ലുവിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവളെ ബാബി നമ്മളെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിലോട്ട്. നമ്മളവിടെ നിന്ന് ബസ് കയറി ഇതാ തിരിച്ച് പെരിന്തൽമണ്ണ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ മാർക്കറ്റ് സിറ്റി മാളിലോട്ട് പോകണ്ടായിരുന്നു. കുറച്ച് പർച്ചേസ് ഒന്നുമല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം, എല്ലായിടത്തും പോയിട്ടൊന്ന് കാണാം എന്നൊക്കെയുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മളിതാ മിനീസ് പോയി, പിന്നെ അവിടെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് നോക്കാനൊക്കെ പോയി. പക്ഷെ നമ്മളൊന്നും മേടിച്ചൊന്നും ചെയ്തില്ല. ഇവിടെ നിന്ന് ഈ പിമ്പിൾ പാച്ച് മേടിച്ചു, അങ്ങനെ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുള്ളൂ. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നിമ്മിക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു എയർപോർട്ട് ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡ്രസ്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ട് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെ ഒരു സംഭവം ട്രൈ ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിലാണ്. നമ്മൾ അവിടുന്ന് ഫുജിയൻ എക്സ്പ്രസിലെ പിന്നെ അമേരിക്കൻ ചിക്കൻ എന്താണ് സംഭവം ചിക്കൻ സോസിയാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അമ്മയാണ്, ഒന്നും പറയാൻ മാത്രമില്ല. കഴിച്ചിട്ടും ഞങ്ങൾക്ക് കഴിച്ചിട്ടും കഴിയുന്നില്ല, അത്ര ടേസ്റ്റ്. അതിനിടയ്ക്ക് ബസ് പറയുന്നത് പെരിന്തൽമണ്ണ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ് ഇതും, പിന്നെ ഈ ഒരു ബോബയാണ്. ഇത് സൂപ്പർ സാധനം. ഇതല്ലേ ഇത് ന്യൂട്ടല്ല നട്ടി ബോബ. ന്യൂട്ടല്ല നട്ടി ഇത് മസ്ലിയാണ്. പിന്നെ ഇത് എന്ന് പറയാൻ ഞങ്ങളിപ്പോൾ വന്നിട്ട് കുറച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, ഓരോ വായ കഴിക്കുന്നു. അന്നാമയ്ക്ക് എന്താ പറയുന്നത്? അന്നാമന്റെ ഫേസ് കഴിക്കാം. വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി 3/4 ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ കഴിക്കട്ടെ, അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്യാറ്. എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങൾ വന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഒരു 1 വീക്കിനാണ് ഇങ്ങനൊക്കെ ഒരു സാറ്റർഡേ നമ്മൾ സൺഡേ അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നല്ലൊരു പ്ലാനായിരുന്നു. നമ്മൾ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പ്രത്തിന്റെ വേണ്ടി അത് കൊള്ളായിരുന്നു. ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഇന്റർനാഷണൽ ട്രിപ്പും ഇന്ത്യൻ ട്രിപ്പും എല്ലാം ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. ഓരോ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും ഓരോരോ ദുരന്തങ്ങളായിരുന്നു. പക്ഷെ അവസാനത്തെ ഒരു ഗുഡ് ന്യൂസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റാ ബൂത്ത് കണ്ടു കേട്ടോ. അപ്പം നമ്മളവിടെ കയറിയിട്ട് ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരു ക്യൂട്ട് ഫോട്ടോ നമ്മൾ 3 പേരും കിട്ടി. അഫ്ലു ഇല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ 3 പേരും കിട്ടി. എന്നിട്ട് നമ്മളിതാ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങണം കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ KSRTCയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെരിന്തൽമണ്ണ KSRTCയിൽ നിന്ന് നേരെ നമ്മൾ
തിരിച്ച് പട്ടാമ്പി എത്തുമ്പോഴേക്കും നല്ല ലേറ്റായി. അവർ പിന്നെ അങ്ങനെ ഡയറക്റ്റ് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഡയറക്റ്റ് തൃശ്ശൂർ ബസ്സായിരുന്നു തോന്നുന്നത്. തൃശ്ശൂർ ഇറങ്ങിയിട്ട് പിന്നെ അവരങ്ങനെ ബസ്സിൽ തന്നെ പോയിന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, കുറേ ഇത് കാരണം. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകും, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്ര ലേറ്റ് ആയപ്പോൾ പിന്നെ അവർ വിചാരിച്ചു അങ്ങനെ ഡയറക്റ്റ് നേരെ വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ പട്ടാമ്പി എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി, പിന്നെ അവരങ്ങനെ പോയി. അങ്ങനെ അടിപൊളി ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട്, വളരെ പെട്ടെന്ന് പോയി. എത്ര പെട്ടെന്ന് 2 ദിവസം പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഒരുമിച്ച് അങ്ങനെ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ വർത്താനം പറയാനൊക്കെ പറ്റി. അപ്പോൾ കുറച്ച് നേരമാണെങ്കിൽ കൂടി ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.